സഭാവസ്ത്രം ധരിച്ച് 2 വർഷം പോലും തികയുന്നതിനു മുൻപേ കർത്താവിൻ്റെ അടുക്കലെത്തിയ ഒരു പാവം മാലാഖ പെൺകുട്ടി, സിസ്റ്റർ അഭയ. കോട്ടയം ജില്ലയിലെ സെന്റ് പയസ് 10th കോൺവെന്റിലെ അന്തേവാസിയും BCM കോളേജിലെ പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയുമായിരുന്നു ബീന. സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണമോ ദൈവവിളി ഉണ്ടായതോ എന്ന് വ്യക്തമല്ല, ബീനയെ കന്യാസ്ത്രീ മഠത്തിൽ ചേർക്കുകയും ശേഷം സിസ്റ്റർ അഭയ എന്ന പേര് മാറ്റുകയും ചെയ്തു. പഠനത്തിൽ മിടുക്കിയും എല്ലാവരോടും സൗമ്യമായി മാത്രം സംസാരിക്കുന്ന സിസ്റ്റർ അഭയെ കാത്തിരുന്നത് ക്രൂരമായ വിധിയായിരുന്നു. കാണാം ഒരു നാൾ ഒരിടത്തൊരിടത്ത്. മാർച്ച് 27 ഒരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു. കോൺവെന്റിലെ അന്തേവാസികളായ മറ്റു കുട്ടികൾ ആഹാരം കഴിക്കാനായി മെസ്സിലേക്ക് എത്തുമ്പോൾ വെപ്രാളപ്പെട്ട് തലങ്ങും വിലങ്ങും ഓടി നടക്കുന്ന മുതിർന്ന സിസ്റ്റർമാരെയാണ് കാണുന്നത്. മണിക്കൂറുകൾക്ക് ശേഷം പുറത്തു വന്ന വാർത്ത സിസ്റ്റർ അഭയെ കാണാനില്ല എന്നതാണ്. പിന്നെയും മണിക്കൂറുകൾ കഴിഞ്ഞ് പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും വാഹനങ്ങൾ പയസ് കോൺവെന്റിലേക്ക് ഇരച്ചു കയറി. അപ്പോഴാണ് കോൺവെന്റിലെ കിണറ്റിൽ സിസ്റ്റർ അഭയുടെ ശരീരം തണുത്തു മരവിച്ചു കിടക്കുന്നുവെന്ന് പുറം ലോകം അറിയുന്നത്. പുലർച്ചെ 4 മണിക്ക് പഠിക്കാൻ എഴുന്നേറ്റ അഭയ താഴെ അടുക്കളയിൽ നിന്ന് കുറച്ച് തണുത്ത വെള്ളം കുടിക്കാൻ പോയതാണ്. എങ്ങനെയാണ് അടുക്കളയിലേക്ക് പോയ സിസ്റ്റർ അഭയ കിണറ്റിലേക്ക് വീണതെന്ന് ആർക്കും അറിയില്ല. ആത്മഹത്യയോ അപകടമരണമോ എന്ന നിലയിൽ വിധിയെഴുതിയ കേസിൽ കാണാൻ പാടില്ലാത്തതെന്തോ കണ്ടതാണ് സിസ്റ്റർ അഭയുടെ മരണത്തിന് കാരണമെന്ന് എവിടെ നിന്നൊക്കെയോ ഉള്ള സംശയങ്ങൾ ഉയർന്നു വരികയും നാട്ടുകാരും ജ്ഞാനായ സഭയിലെ തന്നെ യുവാവായ ജോമോൻ പുത്തൻപുരയ്ക്കൽ എന്ന വ്യക്തിയും ചേർന്ന് ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു. നിരവധി സമരങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും ശേഷം കേസ് ക്രൈംബ്രാഞ്ചിന്റെ കയ്യിലെത്തി. അട്ടിമറിക്കപ്പെട്ട പോലീസിന്റെ വിധിയിലേക്ക് തന്നെയാണ് ക്രൈംബ്രാഞ്ചും എത്തിച്ചേർന്നത്. പിന്നെയും ഏറെ കഷ്ടപ്പെട്ടാണ് ജോമോൻ കേസ് വീണ്ടും അന്വേഷിക്കണമെന്ന കാര്യത്തിലേക്ക് എത്തിച്ചത്. 1993 മാർച്ച് 23 കേസ് CBIയുടെ കയ്യിലെത്തുന്നു. നിരവധി അട്ടിമറികൾക്കും പ്രശ്നങ്ങൾക്കും ഒടുവിൽ 16 വർഷങ്ങൾക്ക് ശേഷം സിസ്റ്റർ അഭയുടേത് മരണമല്ല കൊലപാതകമാണെന്ന് കണ്ടെത്തി. പക്ഷേ അപ്പോഴും പ്രതികളെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. അങ്ങനെ 2008 നവംബർ 18 സിസ്റ്റർ അഭയുടെ കോളേജിലെ തന്നെ പ്രൊഫസർമാരായ ഫാദർ തോമസ് കോട്ടൂർ, ഫാദർ ജോസ് പുത്രിക്കൽ എന്നിവരെയും കോൺവെന്റിലെ വാർഡനായിരുന്ന സിസ്റ്റർ സ്റ്റെഫിയെയും പ്രതികളാക്കി അറസ്റ്റ് ചെയ്തു. സിസ്റ്റർ അഭയയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്നതിന് പതിയെ വ്യക്തത വന്നു തുടങ്ങുകയായിരുന്നു. വെളുപ്പിന് 4 മണിക്ക് വെള്ളം കുടിക്കാൻ അടുക്കളയിലേക്ക് എത്തിയ അഭയ ഫാദർ തോമസ് കോട്ടൂരും സിസ്റ്റർ സ്റ്റെഫിയും ഫാദർ ജോസ് പുത്രിക്കയിലും തമ്മിലുള്ള ലൈംഗിക ബന്ധം അബദ്ധവശാൽ കണ്ടു. ഈ വിവരം അഭയ പുറത്തു പറയുമെന്ന ഭയത്തിൽ സിസ്റ്റർ സ്റ്റെഫി ബഹളം വെച്ചു. ഫാദർ കോട്ടൂർ സിസ്റ്റർ അഭയയുടെ കഴുത്തിന് കുത്തിപ്പിടിക്കുകയും അപ്പോൾ തന്നെ സിസ്റ്റർ സ്റ്റെഫി അടുക്കളയിൽ നിന്ന് കോടാലിയുമായി എത്തി അഭയുടെ തലക്കടിക്കുകയും ചെയ്തു. ബോധം നഷ്ടപ്പെട്ട അഭയെ 3 പേരും ചേർന്ന് കിണറ്റിലേക്ക് എടുത്തിട്ടു. തലക്കടിയേറ്റെങ്കിലും കിണറ്റിലെ വെള്ളത്തിൽ മുങ്ങിയാണ് സിസ്റ്റർ അഭയ മരിക്കുന്നത്. വർഷമേറെ കഴിഞ്ഞപ്പോഴേക്കും പലരും സഭയുടെ സമ്മർദ്ദത്തെ തുടർന്ന് മൊഴി മാറ്റി പറഞ്ഞിരുന്നു. അപ്പോഴും മൊഴിയിൽ ഉറച്ചു നിന്നത് ഒരാൾ മാത്രമാണ്, അടയ്ക്ക രാജു എന്ന കള്ളൻ. പോലീസുകാർ മാറി മാറി രാജുവിനെ മർദ്ദിച്ചെങ്കിലും മോഷണത്തിനിടയിൽ താൻ സിസ്റ്റർ അഭയെ കൊലപ്പെടുത്തിയെന്ന കള്ളം സമ്മതിച്ചു കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. കോൺവെന്റിലെ മട്ടുപാവിൽ നിന്ന് ചെമ്പ് കമ്പി മോഷ്ടിക്കാനെത്തിയ രാജു അന്ന് രാത്രി മുകളിലേക്കുള്ള പടികൾ ഇറങ്ങി വരുന്ന ഫാദർ കോട്ടൂരിനെ കണ്ടിരുന്നു. അടയ്ക്ക രാജുവിന്റെ മൊഴിക്കൊപ്പം മറ്റു ചിലരുടെ മൊഴികൾ കൂടിയായപ്പോൾ അഭയുടെ മരണം കൊലപാതകമാണെന്ന് തെളിഞ്ഞു. ഇതിനിടയിൽ ആക്ടിവിസ്റ്റായ ഒരു വ്യക്തിയോട് ഫാദർ കോട്ടൂർ കുറ്റസമ്മതം നടത്തിയിരുന്നു. സിസ്റ്റർ അഭയയുടെ കൊലപാതകം അബദ്ധത്തിൽ സംഭവിച്ചതാണെന്നും താനും സിസ്റ്റർ സ്റ്റെഫിയും ഭാര്യാഭർത്താക്കന്മാരെ പോലെയാണ് കഴിഞ്ഞിരുന്നത് എന്നും പറഞ്ഞിരുന്നു. അതേസമയം സിസ്റ്റർ സ്റ്റെഫി പിടിക്കപ്പെടാതിരിക്കാൻ സംഭവത്തിന് ശേഷം കന്യാചർമ്മം തുന്നിപ്പിടിപ്പിക്കുന്ന ഹൈമനോപ്ലാസ്റ്റി എന്ന സർജറിയും ചെയ്തിരുന്നു. 2020 ഫാദർ കോട്ടൂരിന് ഇരട്ട ജീവപര്യന്തവും സിസ്റ്റർ സ്റ്റെഫിക്ക് ജീവപര്യന്തവും കോടതി വിധിച്ചു. 28 വർഷമാണ് സിസ്റ്റർ അഭയയ്ക്ക് നീതി ലഭിക്കാൻ കാത്തിരിക്കേണ്ടി വന്നത്. ഒരു പാവം പെൺകുട്ടിയുടെ കൊലപാതകം മറയ്ക്കാൻ സഭ തന്നെ വലിയ രീതിയിൽ തെളിവ് നശിപ്പിക്കുകയും ഭീകരമായ അട്ടിമറികൾ നടത്തുകയും ചെയ്ത അവിശ്വസനീയ സംഭവമാണ് സിസ്റ്റർ അഭയയുടേത്.